നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഡ്രീം ക്യാച്ചർ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കുമല്ലേ? ഡ്രീം ക്യാച്ചറിനെ കുറിച്ച് പലർക്കും പല സ്ഥലത്തും പല രീതിയിലുള്ള വിശ്വാസങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വളകൾ ഉപയോഗിച്ച് ഒരു ഡ്രീം ക്യാച്ചറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് കമ്പിളി നൂല്, 7 വളകൾ, പശ എന്നിവയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു വളയും ഇഷ്ടമുള്ള നിറത്തിലുള്ള നൂലും എടുക്കാം. ഇവിടെ പച്ച നൂലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ വളയിൽ നൂല് ഉപയോഗിച്ച് ഒന്ന് ചെറുതായി കെട്ടിക്കൊടുക്കണം. അതിനുശേഷം ഈ നൂല് വള മുഴുവനായിട്ട് ചുറ്റിയെടുക്കണം. ഇവിടെ വള മുഴുവൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 5 ചുവന്ന നൂൽ ഉപയോഗിച്ചുള്ള വളകളും 1 പച്ചനൂൽ ഉപയോഗിച്ചുള്ള വളകളും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചനൂൽ ചുറ്റിയ വള നടുക്കും ബാക്കിയുള്ളവ ചുറ്റും വരുന്ന രീതിയിൽ വച്ച ശേഷം പശ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇവിടെ ചുറ്റും വരുന്ന രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ചുറ്റും 6 വളകളാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ പച്ച നൂലെടുത്ത് 4 വിരലുകൾ ചേർത്ത് ചുറ്റി കൊടുക്കണം. കുറച്ച് കട്ടിയിൽ വേണം ഇത് ചുറ്റിയെടുക്കാനായിട്ട്. അതിനുശേഷം കയ്യിൽ നിന്ന് ഇത് ഊരിയെടുത്തതിന് ശേഷം കത്രിക വെച്ച് ഇത് മുറിച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ ഇതുപോലെ നടുക്കായിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഇതിന് മുകൾ ഭാഗത്തായിട്ട് കുറച്ച് നൂല് ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ 2-3 എണ്ണം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി പച്ചനൂൽ ചുറ്റിയ വളയും ചുവപ്പ് നൂൽ ചുറ്റിയ വളകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഇതിന് നടുക്കായിട്ട് നൂല് കെട്ടിക്കൊടുക്കണം. ഇവിടെ 6 ഭാഗത്തും നൂല് കെട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്ന നൂലുകൾ ഇതുപോലെ താഴെ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ കെട്ടിയിട്ട് കൊടുക്കാം. ഒരു ഹാങ്ങിങ് പോലെയാണ് ഇത് കെട്ടിയിടേണ്ടത്. നടുക്കത്തെ ഒരെണ്ണം താഴേക്ക് നീണ്ടു വരുന്നത് പോലെ വേണം തൂക്കിയിടാൻ. കണ്ടില്ലേ, കളർഫുൾ ആയിട്ടുള്ള ഡ്രീം ക്യാച്ചർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വീട്ടിൽ ഏതെങ്കിലും ഒരു മുറിയിൽ തൂക്കിയിടാവുന്നതാണ്. വളകൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.